സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് ശ്രീ തോമസ് ഐസക്, ഇത് 2003 മാർച്ച് 1 ദേശാഭിമാനി പത്രത്തിൽ മാതൃഭൂമി പത്രത്തിൽ ഒരു ചിത്രമാണ്. അതാണ് സാറ ടീച്ചർ ഓർമ്മിപ്പിച്ചത് നേരത്തെ. ജയിൽ മോചിതരായ ആദിവാസികൾ താമസിക്കുന്ന കൽപ്പറ്റ മുണ്ടേരി അംബേദ്കർ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിലെത്തിയ MT വാസുദേവൻ നായരും സാറാ ജോസഫും ആദിവാസികളോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ശക്തമായ വിമർശനമാണ് അന്ന് ഈ മുത്തങ്ങ വേട്ടയുമായി ബന്ധപ്പെട്ട് MT ഉന്നയിച്ചത്. 2003 മാർച്ച് 19 മാതൃഭൂമി പത്രത്തിൽ വരുന്ന വാർത്തയാണ്. ആദിവാസി പ്രശ്നം, MT സ്ഥാനം നിരസിച്ചു. രണ്ടാമത് അന്താരാഷ്ട്ര വീഡിയോ ഫെസ്റ്റിവലിൻ്റെ ജൂറി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ MT വാസുദേവൻ നായർ വിസമ്മതിച്ചു. ഇത് സംബന്ധിച്ച് ഫെസ്റ്റിവൽ ഡയറക്ടർ രാജീവ് നാഫിന് MT കത്ത് നൽകി. വയനാട്ടിലെ മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സർക്കാർ ആഭിമുഖ്യത്തിലുള്ള പരിപാടികളിലൊന്നും പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിൻ്റെ ഭാഗമാണിതെന്നാണ് ആ റിപ്പോർട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പിൻചരിത്രങ്ങളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരു അഭിപ്രായ പ്രകടനം അസാധാരണമായ രൂപത്തിൽ നടത്തിയെന്നും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇഷ്ടക്കേടുകളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ആക്രമണോദ്യുക്തരാകുന്നത് എന്ത് ചരിത്ര നിഷേധമാണ്? ചരിത്രത്തെ മാത്രമല്ല നിഷേധിക്കുന്നത്, ജനാധിപത്യത്തെ മൂല്യങ്ങളെയും. ഇപ്പോൾ ഈ നോട്ട് റദ്ദാക്കൽ നടപടി എടുത്ത തീരുമാനമല്ല. ഞാൻ പറയാം, രാഷ്ട്രീയ മണ്ഡലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട തീരുമാനമല്ല. ഇത് ക്രാന്തിയൊക്കെ പോലുള്ള RSSൻ്റെ ചില സംഘങ്ങളുടെ തീർപ്പുകാരം വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ എതിരായിട്ട് വന്ന വിമർശനങ്ങളെയൊക്കെ വളരെ കേന്ദ്രീകൃതമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ വിമർശനം കഴിഞ്ഞിട്ട്, ഞാൻ സംസ്ഥാനത്ത് വട്ടത്ത് കിടക്കുന്ന മന്ത്രിയല്ലേ, എൻ്റെ വിമർശനത്തെക്കുറിച്ച് മറുപടി ആദ്യം വന്നത് നാഗ്പൂരിൽ നിന്നല്ലേ. രാധാമാധവൻ കേന്ദ്രമന്ത്രിയല്ലേ സംസാരിച്ചത്. അപ്പം തന്നെ എനിക്ക് തോന്നി, ഇത്ര കേന്ദ്രീകൃതമായിട്ട് ലഘു വിമർശനത്തെ പോലും പരിശോധിക്കുന്നുണ്ടോ? ഏത് കോണിൽ നിന്നുള്ള വിമർശനമാണ്? ഇതിനോട് യോജിച്ചു പോകുന്നതാണ് പിന്നീട് നടന്നിട്ടുള്ള തിരിച്ചാക്രമണങ്ങൾ, MT പോലുള്ളവരോട് നടത്തുന്ന അസഹിഷ്ണുതയുടെ വിമർശനങ്ങളെല്ലാം. കാരണം എന്തുകൊണ്ടോ ഇതെന്തോ വലിയ ഗെയിം ചേഞ്ചറാണ്. ഞാൻ ഈ പറയുന്ന പ്രയോഗം ജെയ്റ്റ്ലിയുടേതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആകെ മറിക്കാൻ പോകുന്നത് എന്താണെന്നോ ധരിച്ചു വെച്ചായിട്ടുണ്ട്. ഈ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ജനങ്ങളെ ആകെ ദേശാഭിമാനത്തിൽ നിന്ന് മാത്രമല്ല, ഈ കള്ളപ്പണത്തിനെതിരായിട്ട് വലിയൊരു ഭ്രാന്താവിഷ്കരാക്കി മാറ്റുന്നതിനുള്ള ഒന്നായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താം എന്നൊന്നൊക്കെയോ കണ്ടുപോയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വലിയൊരു കളി അതാണ് യഥാർത്ഥം. അത് പറഞ്ഞാൽ നിർത്തുകയാണ്. MT എന്നോട് ചോദിച്ചത്, അദ്ദേഹം പ്രസംഗിച്ചില്ല, ഇത്ര പ്രയാസവും പ്രശ്നങ്ങളും ദുരിതവും എല്ലാം ഉണ്ടായിട്ടും ഇത്ര നിഷ്ഠൂരമായിട്ട് നിസ്സംഗതയോടെ ഇതിനെ എങ്ങനെ കാണാൻ പറ്റും? ഇതെന്തിൻ്റെ പുറപ്പാടാണ്? അദ്ദേഹത്തിൻ്റെ വാചകം ഇതാണ്. അത് എന്തിൻ്റെ പുറപ്പാടാണ്? ഇതിൻ്റെ അപ്പുറമുള്ള എന്തോ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പടവായിട്ട് അദ്ദേഹം കണ്ടോ എന്ന് സംശയം. ആ നിരീക്ഷണം വലിയൊരു രാഷ്ട്രീയ നിരീക്ഷണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.